മക്കളെ അമ്മയാണെങ്കിലേ കുടുംബശ്രീക്ക് കേട്ടോ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. അല്ല അമ്മ അമ്മൂമ്മ എന്തേ? അമ്മൂമ്മ എന്നെ അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല അമ്മ അമ്മ ഇവന് എപ്പോ വരും കുടുംബശ്രീ കഴിഞ്ഞ്? അമ്മ എന്തായാലും വരാനോട്ട് ഒരു 7-7:30 ആവും വരാം കേട്ടോ. മക്കൾ എന്തായാലും വിളയൊന്നും ഇറങ്ങല്ലേ. ആ ശരി അമ്മേ. ആ എന്നാ ശരി മക്കളെ, അമ്മ പോവാ കേട്ടോ. ആ ശരി അമ്മേ. ഓ അമ്മ പോയി. ഇപ്പൊ ആകെ സമയം 5 മണി ആയതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും കളിക്കാം. ആ ശരി ശിവാരിയും കൂടെ വിളിച്ച് നമുക്ക് മുറ്റത്ത് ഇരുന്ന് എന്തെങ്കിലും കളിക്കാം. നമുക്കാണ് അമ്മൂമ്മയെ വിളിച്ചിട്ട് പറയാം മുറ്റത്ത് പോവാന്ന്. അമ്മൂമ്മേ അമ്മൂമ്മേ. എന്തുവാ മക്കളെ എന്നെ വിളിച്ചേ? അമ്മൂമ്മ ഞങ്ങളാണെങ്കിൽ മുറ്റത്ത് പോയി കളിക്കാൻ പോവാ കേട്ടോ. ഓ ശരി മക്കളെ. ആ എന്നാ ശരി അമ്മൂമ്മ, ഞങ്ങൾ കളിക്കാൻ പോവാ. ഓ ആ നമുക്ക് മുറ്റത്ത് കളിക്കാൻ പോവാം. ദേ ഇതാരും നിൽക്കുന്ന നോക്കിക്കേ. ആ അതെന്തിനൊക്കെ ആട്ടെ, നമുക്കിനി കളിക്കാം. ഓ ശരി നമുക്ക് എന്തെങ്കിലും കളിക്കാം. എന്നാ എല്ലാരും കൂടെ ഇരിക്കേ. നമുക്ക് എല്ലാവർക്കും എന്നാലും ഒരു വെറൈറ്റി കളി കളിച്ചാലോ? വെറൈറ്റി കളിയോ? അതെന്ത് കളി? ആ ഇതൊരു വെറൈറ്റി കളിയാ. എടി തുമ്പി 1 എത്ര? 2. അപ്പോൾ 2 എത്ര? 4. ഓ ഇതാണോ ചേട്ടന്റെ വെറൈറ്റി കളി? ഇത് പോ ചേട്ടാ, ഒന്ന് കണക്കിന്റെ കളി കൊണ്ട് വന്നേക്കുന്നത്. എനിക്ക് ഏറ്റവും സ്കൂളിൽ ഇഷ്ടമുള്ള വിഷയം ഏതെന്ന് വെച്ചാൽ കണക്കാ. അതുകൊണ്ട് കണക്കിന്റെ കളി കളിച്ചത്. ഓ എന്റെ പൊന്നേട്ടാ, ഇനി കണക്കിന്റെ കളി വേണ്ട, മതി മതി. ആ എന്നാ ശരി, കണക്കിന്റെ കളി വേണ്ട. Ballerina cappuccina. Mi 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 mi. È la moglie. ഞാൻ വീണ്ടും വന്നേ. എനിക്ക് ഇന്നെങ്കിലും ആ പിള്ളേരെ ഇത് പിടിക്കണം. എന്നിട്ട് ഞാൻ സഹോദരനുണ്ട്, ആ പിള്ളേരെ കൊടുക്കും, കണ്ടോണം. എന്നെ ശരിക്കുള്ള രൂപം കൊണ്ട് എന്ന് അവരെല്ലാരും കിടന്ന് ഓടും. ഞാനൊരു സാധാരണ മനുഷ്യന്റെ രൂപമാകാം. സാധാരണ മനുഷ്യന്റെ രൂപമാകട്ടെ ഞാൻ. Ballerina cappuccina. Mi 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 mi. È la moglie. ഞാനിപ്പോൾ ഒരു മനുഷ്യന്റെ രൂപമായി. അവരെ എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം. എന്നിട്ട് അവരെ അവിടെ വെച്ച് തട്ടിക്കൊണ്ട് പോവാ സഹോദരന്റെ വീട്ടിലേക്ക്. നല്ല ഐഡിയ. അവരെല്ലാരും ആ വീടിന്റെ ബാക്കിലുണ്ട്. എന്തായാലും അവരെ പോയി അവരോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവരെ വിളിച്ചോണ്ട് പോവാ കാട്ടിലേക്ക്. ഓ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ എത്ര നേരമായി ഒരു കളി ആലോചിച്ചിരിക്കും. ഇതൊരു ഐഡിയ പോലും കിട്ടിയില്ല. ഓ ഇനി എന്ത് കളിക്കുമെന്നോ ആർക്കറിയാം. കുട്ടികളെ കുട്ടികളെ കുട്ടികളെ, ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുവാ. ഞാനാണെങ്കിലേ ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കാട്ടിലാണെങ്കിലേ സ്കൂട്ടി എടുത്തിട്ട് വരണം. അപ്പൊ സ്കൂട്ടി പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് അത് ഉയർത്തി വെക്കാൻ പറ്റും. നിങ്ങൾ വേണ്ടി സഹായിക്കോ? ആ അതിനെന്താ ആന്റി, ഞങ്ങൾ സഹായിക്കാം. പിള്ളേരെ നിങ്ങൾ എന്റെ പറയുന്നത് കേട്ടോ. ആ ശരി ആന്റി. പിള്ളേര് വിശ്വസിച്ച് ശരിക്കും അവിടെ ഒരു സ്കൂട്ടി മറിഞ്ഞു പോയെന്ന്. ഇവർക്കറിയത്തില്ലല്ലോ ബാലറിന കാപ്പുച്ചിനോ ആണെന്ന്. സ്കൂട്ടി എവിടെ മറിഞ്ഞു കിടക്കുന്നേ? ആന്റി എന്താ കിടന്ന് ചിരിക്കുന്നേ? ഓ ചിലപ്പോ ഞങ്ങളെ സ്കൂട്ടി ഉയർത്തിയേക്കുമ്പോ സന്തോഷത്തിന് ഇരിക്കുമായിരിക്കും അല്ലേ? Ballerina cappuccina. Mi 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 mi. È la moglie. അയ്യോ അതെവിടുത്തെ ബാലറീന കാപ്പുച്ചിനോട് സൗണ്ട് കേൾക്കുന്നേ? ബാലറീന കാപ്പുച്ചിനോ ഞാനാ. Ballerina cappuccina. Mi 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 mi. È la moglie. അയ്യോ ഇത് ബാലറീന കാപ്പുച്ചിനോടെ ട്രാപ്പാ. നമ്മൾ ആ ട്രാപ്പിൽ ഒന്ന് പെട്ട്. നോക്കിക്കോ ചേട്ടാ, ഓടി രക്ഷപ്പെടാം. നീയൊക്കെ എന്റെ നിന്നെ രക്ഷപ്പെടുത്തില്ല. നീയൊക്കെ അവിടെ നിക്ക്. എങ്ങോട്ടാ ഓടുന്നേ? ഞാനും കൂടെ വരട്ടെ. അവിടെ നിക്ക്. എന്റെ അമ്മ ഇതേ പൊളിഞ്ഞ വീട്. ചേട്ടാ നമുക്ക് ഈ വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കാം. ചേട്ടാ നമുക്ക് ഈ വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കാം. ബാലറീന കാപ്പുച്ചിനെ നമ്മളെ കാണത്തില്ലല്ലോ. ആ അത് ശരി, നല്ല ഐഡിയ. നമുക്കൊന്ന് കയറാം. വാ, നിങ്ങളാരും കയറാം, ഞാൻ കയറാം. ആ ശരി ചേട്ടാ. കേരള ശിവനുമളെ നോക്കി കഥ കയറാ. ബാലറീന കാപ്പുച്ചിനെ ചിലപ്പോ നമ്മളെ തപ്പി വരും ഇങ്ങോട്ട്. പെട്ടെന്ന് കയറ്. ശരി ചേട്ടാ. ഓ അവരെല്ലാരും കയറിയ ബാലറീന കാപ്പുച്ചിനെ വരുന്നുണ്ടോ? അയ്യോ അദ്ദേഹത്തെ ബാലറീന കാപ്പുച്ചിനല്ലേ വരുന്നത്. പെട്ടെന്ന് വീട്ടിനകത്ത് കയറട്ടെ. ഓ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആ ബാലറീന കാപ്പുച്ചിനോട് രക്ഷപ്പെട്ടില്ല, അത് മതി. ചേട്ടാ അങ്ങോട്ട് നോക്കിയൊക്കെ ഒരു ബൾബ് അവിടെ കിടന്ന് കത്തുന്നേ. അവിടെ ചേട്ടന്റെ ബാക്കില്. ആഹാ ശരിയാണല്ലോ. എടുത്തുമ്പേ അത് കേടായ ബൾബാടി. അത് കിടന്ന് ചെറുതായിട്ട് മിന്നുന്നുണ്ടെന്ന് മാത്രം. ബൾബ് കത്തുകായിരുന്നു, ഈ വെട്ടം ഉണ്ടായിരുന്നു. ചേട്ടാ അപ്പുറത്തെ റൂമിൽ എന്ത് വെട്ടം? എടി അപ്പുറത്തെ റൂമല്ലടി അത്. വെളിയിലുള്ള സൂര്യന്റെ വെട്ടമാണെങ്കിൽ ജനാലെ കൊണ്ട് അടിക്കുന്നത്. ഇപ്പൊ അത്ര 5:30 സമയം. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി. നമുക്ക് എന്തായാലും നേരത്തെ എത്തണം വീട്ടില്. പക്ഷെ ചേട്ടാ ബാലറീന കാപ്പുച്ചിനെ അവിടെ കാണുമായിരിക്കും. നമ്മളെ തപ്പി അടക്കുമായിരിക്കും. എന്റെ അമ്മ എനിക്ക് പേടി എന്നിട്ട് പോയി ആലോചിച്ചിട്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഊട്ടിയിൽ അടിച്ചു പൊളിച്ച സമയത്ത് ഇവരൊന്നും വന്നില്ലല്ലോ, അത് ഭാഗ്യം. ഞാൻ ഓർത്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഫോളോ ചെയ്ത് അവര് വരുന്നു. എന്തായാലും ഊട്ടി പോയി അടിച്ചു പൊളിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ആ പിള്ളേർ ഇതുവരെ കാണുന്നില്ലല്ലേ, എവിടെ പോയി? അയ്യോ ചേട്ടാ അത് ബാലറീന കാപ്പുച്ചിനാണെന്ന് തോന്നുന്നല്ലോ. ആടി എനിക്ക് തോന്നുന്നു ബാലറീന കാപ്പുച്ചിനെ തന്നെയത്. പക്ഷെ ആ പിള്ളേരെ കാണുന്നില്ലല്ലോ. ഞാൻ എവിടൊക്കെ തപ്പി. ഈ വീടിന്റെ അകത്ത് കാണും ഇനി ആ പിള്ളേര്. അയ്യോ എന്റെ അമ്മ ബാലറീന കാപ്പുച്ചിനെ വീടിനകത്ത് കയറി വരും. എന്റെ അമ്മേ എന്തായാലും
കയറി ഒന്ന് ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഈ വീഡിയോ ആ പിള്ളേർ കാണുമായിരിക്കും. അപ്പുറത്തൊന്നും എന്തൊരു സൗണ്ട് കേട്ടെ, മിക്കവാറും പിള്ളേരായിരിക്കും. ഹാ എല്ലാത്തിനും ഞാനിപ്പോൾ പിടിക്കാൻ പോവാ. എടി വളരണ കപ്പിച്ചിന് അപ്പുറത്തൊന്നും എന്തോ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ട് പോയി രക്ഷപ്പെട്ടെ എന്റെ പൊന്നെ. അയ്യോ എടുത്തുമ്പി ഒച്ച ഉണ്ടാക്കല്ലേ, വളരണ കപ്പിച്ചിനെ കേട്ടിട്ട് ഇങ്ങോട്ട് കയറി വരും. പിന്നെ അയ്യോ ചേട്ടാ ക്ഷമിക്കണം, അറിയാതെ ഒച്ച ഉണ്ടാക്കി പോയി. എടി എന്നോട് ക്ഷമ പറഞ്ഞ എന്ത് കാര്യം, നിന്റെ ഒച്ച വളരണ കപ്പിച്ചിന് ഇങ്ങോട്ട് വന്ന് നമ്മളെല്ലാരും പിടിച്ചോണ്ട് പോകും, അത്രേ ഉള്ളൂ. അയ്യോ ഞാൻ ഈ ഒച്ച ഉണ്ടാക്കത്തില്ലേ. ഒച്ച ഉണ്ടാക്കായിരുന്ന നമുക്ക് എല്ലാവർക്കും കൊള്ളാം. ഞാൻ എന്തായാലും ആ സൗണ്ട് കേട്ടെടുത്ത് പോയി നോക്കിയിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇനി വീടിന്റെ അകത്ത് കയറി നോക്കാൻ പോവാ പിള്ളേരുടെ ഉണ്ടോന്ന്. അയ്യോ ബലാറിനെ കപ്പിച്ചിന് ഈ വീടിന്റെ അകത്ത് കയറി വരാൻ പോവാ. വീണ്ടും അപ്പുറത്ത് നല്ല സൗണ്ട് കേട്ടു, മിക്കവാറും പിള്ളേരെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ആ സൗണ്ട് കേട്ടെടുത്ത് ആൻ ചെയ്ത് നോക്കിയപ്പോൾ പിള്ളേർ അവിടെ നിന്ന് ഓർഡർ ഇഷ്ടമാണ്. ചിലപ്പോൾ ആ സൗണ്ട് രണ്ടാമത് സൗണ്ട് കേൾക്കുന്നിടത്ത് ആ പിള്ളേർ കാണുമായിരിക്കും. എന്തൊരു ചെന്ന് നോക്കാം. നമുക്ക് തന്നെ ഇവിടെ ഓർഡർ ഇഷ്ടം. വാ. ശരി ചേട്ടാ. എന്തായാലും ഭാഗ്യം വീട്ടിൽ എത്തി. വാ ചേട്ടാ, നമുക്ക് വീടിന്റെ അകത്ത് പെട്ടെന്ന് ഓടി കയറാം. ശരിയടി. ആ പിള്ളേരെ കാണുന്ന കൂടെയില്ല. അന്നിനോട് ഞാൻ ഇനി എന്ത് പറയാം അവള് വരുമ്പോ. ആ പിള്ളേർ ഞാൻ വീട് മൊത്തം അരിച്ചു പെറുക്കി, മുറ്റത്തും എല്ലാം അരിച്ചു പെറുക്കി. അവരുടെ അപ്പുറത്തെ വീട്ടില് ശിവാരിയുടെ അമ്മയോട് ചോദിച്ചു, അവർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞ് ആ പിള്ളേർ അവിടെ പോയെന്തോ. എന്റെ പിള്ളേർ നിങ്ങൾ അവിടെ പോയേക്കുമായിരുന്നു. അമ്മൂമ്മ നിങ്ങൾ എത്ര നേരം തപ്പോന്ന് അറിയാമോ? അമ്മൂമ്മ ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഞാനും തുമ്പിയും പിന്നെ ശിവാനിയും പിന്നെ കൺമണിമോളും മുറ്റിലിരുന്ന് കളിക്കുമായിരുന്നു ഓരോന്നൊക്കെ പറഞ്ഞ്. ആ സമയത്താണ് ഞങ്ങളുടെ പുറയിലാണെങ്കിൽ ഒരു ആന്റി വന്നത്. ആ ആന്റിയാണ് ഞങ്ങളോട് പറഞ്ഞ ഒരു ഹെൽപ്പ് വേണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ ഹെൽപ്പ് വേണ്ടതെന്ന്. ആന്റിയോട് ഞാൻ ചോദിച്ചു എവിടുന്ന് വരുന്നത്. അപ്പൊ ആന്റി പറഞ്ഞ കുറെ ദൂരത്തുനിന്ന് വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആന്റിയോട് ചോദിച്ചു എന്തോ പ്രശ്നം. അപ്പൊ ആന്റി പറഞ്ഞ ആന്റി ആണെങ്കിൽ ആ കാട്ടിക്കൂടെ ആണെങ്കിൽ നമ്മുടെ വീട് തൊട്ടടുത്തുള്ള കാട്ടിക്കൂടെ ആണെങ്കിൽ സ്കൂട്ടി ഓടിച്ച് വരുമായിരുന്നേ. ആ സമയത്താണെങ്കിൽ സ്കൂട്ടി മറിഞ്ഞു. അപ്പൊ ആന്റിക്കാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ആ സ്കൂട്ടി ഉയർത്തി വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ സഹായത്തിനുള്ളൂ ഞങ്ങൾ ഇങ്ങനെ കാട്ടിലേക്ക് പോയി. പിന്നെ ആ കാട്ടി എത്തിയപ്പോൾ ആന്റിയാണ് ഭയങ്കര ചിരി. ഞാൻ ചോദിച്ചു, ഞാൻ വിചാരിച്ച ആന്റിക്ക് സ്കൂട്ടി നേരെയാക്കാൻ കുറെ പിള്ളേർ കിട്ടിയില്ല, എന്റെ സന്തോഷത്തിൽ ചിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെയല്ല മനസ്സിലായത് ബാലറിനെ കാപ്പിച്ചിനാണെന്ന്. എന്റെ പിള്ളേർ ഏത് ബാലറിനെ കാപ്പിച്ചിനായിരുന്നോ? അതേ തന്നെ ഞങ്ങൾ എങ്ങനെയാലും രക്ഷപ്പെട്ടത്. ആ ബാലറിനെ കാപ്പിച്ചിട്ടേന്ന് ഒരു വീട് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഒരു വീട്ടിൽ കയറി ഞങ്ങൾ ഒളിച്ചിരുന്നു, ഒരു പൊളിഞ്ഞ വീട്ടിൽ. എന്തെങ്കിലും പിള്ളേരെ നിങ്ങൾ ആര് വിളിച്ചാലും പുറയിൽ പോലെ കേട്ടോ. അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഒന്നെങ്കിൽ ഞാനോ അല്ലെങ്കിൽ അമ്മയും പിന്നെ രമേശിന് ആരെങ്കിലും കൂടെ വരണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോലെ കേട്ടോ മക്കളെ. ഇനി ഇന്നത്തോടെ ഞങ്ങൾ പഠിച്ചു. ഇനി ആര് എന്തൊക്കെ പറഞ്ഞു വിളിച്ചാലും ഒരിക്കലും അവരോട് പോരുത്, മുതിർന്നവരെ ഇല്ലാതെ. എന്തായാലും മക്കളെ നിങ്ങൾക്കൊന്നും പറ്റില്ല, എനിക്ക് ആശ്വാസമായി. എന്റെ മക്കളെ ഞാൻ നിങ്ങൾ എത്ര സമയം തൊട്ട് തപ്പുവാന്നറിയാമോ? ഇതുവരെ കണ്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി. ഞാൻ അപ്പുറത്തെ വീട്ടിൽ ശിവാനിയുടെ അടുത്ത് ചെന്ന് ശിവാനിയുടെ അമ്മയോട് ചോദിച്ചു നോക്കി. അപ്പൊ അവര് പറഞ്ഞു ശിവാനാണെങ്കിൽ നിങ്ങളോട് കളിക്കാൻ വന്നെന്ന് പറഞ്ഞു, പിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് നന്ദിനിയുടെ അടുത്ത് ഇങ്ങനെ വന്നു കാണുന്നു. നന്ദിനി കുടുംബശ്രീക്ക് പോയേക്കല്ലേ, അപ്പൊ അവളുടെ അടുത്ത് ഇങ്ങനെ പോയെന്ന് ഓർത്തി അവളെ വിളിക്കാന്ന് ഓർത്താ. ആ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ അമ്മൂമ്മ ശരിക്കും പേടിച്ചു പോയി. ഞങ്ങളെ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ബലാറിനെ കപ്പിച്ചിനെ ആണെങ്കിലേ ആ വീടിന്റെ അടുത്തെത്തി. അപ്പൊ ബലാറിനെ കപ്പിച്ചിന് ആ വീടിന്റെ അകത്ത് കയറി ഞങ്ങൾ സെർച്ച് ചെയ്യുന്നു പറഞ്ഞു കേട്ടു. പക്ഷേ കറക്റ്റ് ആ സമയത്ത് അപ്പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ട് ബാലറിനെ കപ്പിച്ചിന് എന്തോ നോക്കാൻ പോയി. എന്നിട്ട് അവിടെ നിന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന കേട്ടു. പിന്നെ കണ്ടില്ല കേട്ട് പറയുന്നത് കേട്ട്. അങ്ങനെ തിരിച്ചെത്തിയിട്ടാണെങ്കിലേ ആ ബാലറിനെ കപ്പിച്ചിനെ വീണ്ടും അകത്ത് കയറുന്ന പറഞ്ഞു നിൽക്കുമ്പോഴേ വീണ്ടും വേറെ അടുത്തുനിന്നൊരു സൗണ്ട് കേട്ടു. അങ്ങനെ ആ ബാലറിനെ കപ്പിച്ചിനാണ് നോക്കാൻ പോയി. കറക്റ്റ് ആ തക്കത്തിന് ഞങ്ങളെ വീടിൻ്റെ അകത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തെത്തി വീടിൻ്റെ അകത്ത് കയറി. എന്തൊക്കെ പറഞ്ഞാൽ വലിയൊരു കഥയായിരുന്നു എൻ്റെ പൊന്നെ. ഇനി എന്തൊരു പേടിക്കണം മക്കളെ, എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതെ എന്നെ വീട്ടിൽ കൊണ്ടുവിടോ. ഇടിച്ചു വേണ്ടി നിന്നെ പറഞ്ഞോളെ വീട്ടിൽ പിന്നെ കൊണ്ടുവിടാ, രാത്രിയൊക്കെ ആയിട്ട് കൊണ്ടുവിടാം. കാരണം ബാലറിനെ കപ്പിച്ചിന് നമ്മളെ തപ്പി നടക്കുമായിരിക്കും ഇടക്കിടക്ക്. ഇപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടിട്ടാ ബാലറിനെ കപ്പിച്ചിനെ കാണും. എന്തൊക്കെ പറഞ്ഞേ രക്ഷപ്പെട്ടല്ലോ, അത് മതി. രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടല്ലോ, രക്ഷപ്പെട്ടേ.